ലോകേഷ് കനകരാജിന്റെ കൂലി എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വെറും ഒരു മാസ് ആക്ഷൻ സിനിമ മാത്രമല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ട്രെയിലർ പലവട്ടം കാണുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും ലോകേഷ് ഒളിപ്പിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ആദ്യമായി തെളിഞ്ഞു കാണുന്നത് ഒരു സ്കൈഫൈ എലമെന്റ് ആണ്. ടൈം ട്രാവൽ പോലുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് ചില ഫ്രെയിമുകൾ സൂചിപ്പിക്കുന്നത്. ഈ സിനിമയിൽ 2 കാലഘട്ടങ്ങൾ കാണിക്കുന്നതായും മനസ്സിലാകുന്നുണ്ട്. 2 തരത്തിലുള്ള കളർ ഗ്രേഡുകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പ്രസന്റ് കാലത്തെയും ഒന്ന് 80കൾ അല്ലെങ്കിൽ 90കളിലെ കാലത്തെയുമാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. സത്യരാജിന്റെ കഥാപാത്രം ഒരു സയന്റിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം എന്തോ പരീക്ഷണം നടത്തുന്ന പോലത്തുള്ള ഫ്രെയിമുകൾ ഈ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. 30 வருஷமா ஒருத்தன் ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது ഈ ഡയലോഗ് കേൾക്കുമ്പോൾ 30 വർഷം മുമ്പ് ഒരാളെ കൊലപ്പെടുത്തുകയും ടൈം ട്രാവൽ ചെയ്ത് വന്ന പോലെയും അല്ലെങ്കിൽ അയാളെ പുനർജനിപ്പിച്ചതായിട്ടുമാണ് തോന്നുന്നത്. സത്യരാജിന്റെ കഥാപാത്രമായിരിക്കാം അയാളെ പുനർജനിപ്പിക്കുന്നത്. ആ പുനർജനിക്കുന്ന ആളായിട്ടാവും ചിലപ്പോൾ രജനീകാന്ത് ഈ സിനിമയിൽ എത്തുന്നത്. ഈ സിനിമയുടെ ഇനിഷ്യൽ അപ്ഡേറ്റ്സ് മുതൽ തന്നെ വാച്ചിന് ഒരു ഇമ്പോർട്ടൻസ് റോളുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ട്രെയിലറിൽ എവിടെയും വാച്ച് നിർമ്മിക്കുന്നതായോ ഒന്നും കാണിക്കുന്നില്ല. ഇതുകൊണ്ടും കൂടിയാണ് ടൈം ട്രാവൽ ആണോ എന്നൊരു ചിന്ത വന്നത്. ശ്രുതി ഹാസനും സത്യരാജും ഒരുമിച്ചാണ് ഈ പരീക്ഷണം നടത്തുന്നത് എന്നും നമുക്ക് ചില ഫ്രെയിമുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യരാജ് മിസ്സാവുകയും രജനീകാന്ത് സത്യരാജിനെ കണ്ടുപിടിക്കാനായി ഇറങ്ങുന്നതുമാണ് ഈ കഥയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപേന്ദ്രയുടെ പോർഷൻസും 90 അല്ലെങ്കിൽ 80 കാലഘട്ടങ്ങളിലാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. ആ കാലഘട്ടത്തിൽ രജനീകാന്തിനും കുറച്ച് പോർഷൻസ് ഉണ്ടെന്നാണ് ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്, ഇത് എത്രത്തോളം കറക്റ്റ് ആവും എന്നൊന്നും അറിയില്ല. ഇത് വെറും നിഗമനമാണ്. ചിലപ്പോൾ സിനിമ കാണുമ്പോൾ ഇതൊന്നും അല്ലായിരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂലിക്കായി.